എങ്ങനെയൊക്കെ ആൾക്കാർക്ക് പറയാം, ആ രീതിയിലൊക്കെ പറയാറുണ്ട്. അവരുടെ വേദന കൊണ്ടാണെന്ന് പോലും ചിന്തിക്കാണ്ട് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് പറയുന്നത്. പക്ഷേ എൻ്റെ ഡോക്ടറായിരുന്നു, വല്ലാതെ വല്ലാതെ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് അത് എന്നെ മാത്രമല്ല, ഞാനെന്ന ഒരു ഉദാഹരണത്തിലൂടെ അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ കൺസൾട്ടേഷനിലെ മുഴുവൻ രോഗികളെയും അവരുടെ ഗർഭിണികളെയും ചേർത്തണയ്ക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ചാന്ദിനി മാമിനെ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹലത മാം, അവര് കഥയുടെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വല്ലാതെ ഉത്തുംഗ സംഘത്തിലേക്ക് പോകുന്നവരാണ്. മനുഷ്യ മനസ്സുകളെ തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്കുള്ള കഥകൾ എഴുതുകയും ആ കഥകൾക്കനുസൃതമായി കവിതകൾ ചൊല്ലുകയും കവിത എഴുതുകയും ചില കഥാപ്രസംഗ രൂപേണ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന അവരുടെ കഥയിലൂടെ മനുഷ്യന്റെ മാസ്മരികമായിട്ടുള്ള വിധിയെയും ജീവിത യാഥാർത്ഥ്യങ്ങളെയും പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹലത മാമിനെ ഞാൻ ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. എന്തായാലും അതുപോലെ തന്നെ വിശിഷ്ടപ്പെട്ട മുഴുവൻ കവികളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. തമ്പുരാൻ പോകേണ്ടുന്ന ഒരു അവസരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA മുൻ മന്ത്രിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷയെ ഞാൻ ക്ഷണിക്കുകയാണ്. മറ്റു കർമ്മങ്ങൾ പെണ്ണെഴുത്തിടത്തിന്റെ ഈ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തമ്പുരാനെ ക്ഷണിക്കുന്നു. ഇച്ചിരി പൊറോട്ട ഇരിക്കണേ കേട്ടാ. അതെ, ആ മരുന്നൊന്ന് ഉരച്ചിട്ട് കത്തിക്കും, ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ട് കത്തിക്കും. ഞാനും ഇവിടെ അല്ല സ്വിച്ച് പുറത്തോട്ടോടെ.
തന്നേക്കുന്നുണ്ട് അങ്ങനെ. അതും കൂടി അങ്ങോട്ട് കൊടുക്കണം. അല്ല അതിനകത്ത് കാണുമല്ലോ നമ്മൾ മേടിക്കുന്നില്ലേ. ഓ അത് നമുക്ക് അയച്ചു തരാൻ പറ. സുശീല ചേച്ചിയുടെ നമ്പർ മേടിച്ചിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ ഇടും ഇടും. ബഹുമാനപ്പെട്ട തമ്പുരാനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. കയ്യൊക്കെ നോവുന്നു. വെയിറ്റ് കയ്യൊക്കെ നോവുന്നു. അതുകൂടെ കഴിയട്ടെ. കവയത്രികൾ, എഴുത്തുകാരികൾ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ വിളിച്ച് വളരെ സന്തോഷമുണ്ട്. എഴുത്തുമായിട്ട് അമ്മയ്ക്കാണ് എന്നെക്കാട്ടും കൂടുതൽ ബന്ധം. ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ വരെ കുറച്ച് മോശമായിരുന്നു. പുസ്തകം വായിക്കാനും അല്പം പുറകോട്ടായിരുന്നു. അമ്മ പഠിക്കാൻ പറയുമ്പോൾ പുസ്തകം തുറക്കാൻ പറയുമ്പോൾ അടച്ചു വെക്കാൻ മനസ്സ് ഉള്ള ഒരാളായിരുന്നു. പിന്നെ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞ് പരീക്ഷ സമയത്ത് വായിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പറ്റുകയില്ല. ടീച്ചർമാർ സമ്മതിക്കുകയില്ല. പരീക്ഷയ്ക്ക് പുസ്തകം തുറക്കാൻ സമ്മതിക്കില്ല. അന്നേരം എഴുത്തെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ഭാവന, കല ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉള്ളതാണ്. അത് പുറത്തു കൊണ്ടൊരു പുസ്തകമാക്കുക തീർച്ചയായിട്ടും വലിയൊരു കഴിവാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെയാണ്. അതുപോലെ എല്ലാ കലകളും അനുഗ്രഹീത കലകളാണ്. ഇപ്പോൾ നമ്മൾ ആകാശത്തിന് നോക്കുമ്പോൾ മേഘങ്ങൾക്ക് ഓരോരുത്തരുടെ കണ്ണിന് ഓരോ രൂപങ്ങളാണ് കാണുന്നത്. കൂടുതലും ഞാൻ നോക്കിയിട്ടുള്ളത് മേഘങ്ങൾ കൂടുതലും മൃഗങ്ങളുടെ രൂപമാണ് കാണുന്നത്. ഒന്നീ സിംഹം അല്ലെങ്കിൽ പട്ടി, അങ്ങനത്തെ രൂപങ്ങളെ ശ്രദ്ധിച്ചാൽ കാണാം. കണ്ണും മൂക്കും ഇതെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഉത്സാഹമുള്ള കാര്യമാണ് മേഘങ്ങളുടെ പടകളൊക്കെ. അങ്ങനെ പോയി ഒരിക്കൽ വന്നപ്പോഴെനിക്ക് കറക്റ്റ് ഒരു ഗണപതിയുടെ രൂപത്തിലൊരു മേഘത്തിനെ കിട്ടി. അത് വിനായക ചതുർത്ഥിയുടെ തലേ ദിവസം അത് ഞാനെടുത്ത് ഫേസ്ബുക്കിൽ കേട്ടു. ശരിക്കും അതൊരു 3-4 സെക്കൻഡ് എന്നുള്ളൂ. നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ടൈമിംഗ് ആണ് ഏറ്റവും അത്യാവശ്യം. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ഞാൻ കൂടുതലും യാത്രയും അല്പം ഫോട്ടോഗ്രാഫിയുമാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ അല്പം കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യ കൈലാസിൽ പോയൊരു ട്രാവൽ ലോഗ് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും പോയ അടുത്ത മുക്തിനാഥും തുങ്കനാഥും പോയി. അതിൻ്റെ അടുത്ത ട്രാവൽ ലോഗ് മിക്കവാറും അടുത്ത മാസം റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. നമുക്കവിടെ പോകണമെന്ന് വിചാരിക്കുന്നതും എത്തിപ്പെടുന്നതും അത് വീണ്ടും പുസ്തകത്തിലാക്കി. അക്ഷരം എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷതപരാധമാണ്. പുസ്തകം എഴുതി കഴിഞ്ഞാൽ എന്നും ഈ ലോകം ഉള്ളത്തോളം കാര്യം അത് നിലനിൽക്കും. അപ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് പേർക്ക് രസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലെന്ന് പറയുന്നില്ല, എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹം കിട്ടട്ടെ. നമുക്കൊപ്പം ഇവിടെ സംഗീതനായിട്ടുള്ള പ്രിയപ്പെട്ട മുൻ മന്ത്രിയും MLA-മായിട്ടുള്ള പ്രിയങ്കരനായ സാവ് കടമ്പഴി സാവേശിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയെ പ്രിയമുള്ളവരെ, പെണ്ണെഴുത്തിനും നമ്മുടെ തലസ്ഥാന നഗരിയിലെ എഴുത്തുകാരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു നല്ല കൂട്ടായ്മയാണ്. അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനും ജയറാണിയുടെ ഒരു നോവലിൽ 39 വനിതകൾ എഴുതിയ കഥകളുടെ ഒരു സമാഹാരം പ്രകാശനം ചെയ്യുന്നതിന് സാധിച്ചതിലുള്ള അനർഹമായ സന്തോഷം ഞാൻ അതിനെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിൽ സ്ത്രീകളുടെ എഴുത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പഴയകാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് സ്ത്രീകൾ കഥയുടെയും കവിതയുടെയും നോവലിൻ്റെയും എല്ലാം രചനാരംഗത്ത്
വളരെ സാമർഥ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു. നോവലുകളുടെയും ചെറുകഥകളുടെയും ആദ്യകാലം എന്ന് പറയുന്നത് പുരുഷാധിപത്യത്തിൻ്റെ ഒരു കാലമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരു അന്തർജനതയോ അങ്ങനെ ആരെങ്കിലും മാത്രമേ നമുക്ക് ചുരുക്കം ചില ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൈകളിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഏതാനും ചില ആളുകൾ മാത്രമാണ് പെണ്ണെഴുത്തിനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ ഇന്നേതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ പുരുഷനോടൊപ്പം സ്ത്രീകളും രചനാരംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണുള്ളത്. അതിന് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്ത്രീകളെ പ്രാപ്തമാക്കിയത് കേരളത്തിലെ നവോത്ഥാനം തന്നെയാണ് കാണാൻ സാധിക്കും. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പ്രാരംഭം നോക്കുമ്പോൾ സ്ത്രീകളുടെ വിമോചനത്തിനായി നടത്തിയ സ്ത്രീകൾ തന്നെ നടത്തിയ പോരാട്ടത്തെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ മാറുമറിയാത്ത അവകാശത്തിന് വേണ്ടി നടന്ന പോരാട്ടമാണ് നവോത്ഥാനത്തിൻ്റെ ആദ്യ ചരിത്രം തുടങ്ങുന്നതിന് സഹായകരമാകുന്നത്. അയ്യ വൈകുണ്ഠസ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിന് സാർത്ഥകമായിട്ടുള്ള നേതൃത്വം കൊടുത്തത് സ്ത്രീകളാണെന്ന് കാണാൻ സാധിക്കുന്നു. എല്ലാവരും ആ പോരാട്ടത്തിൽ പങ്കെടുത്തു. മാറുമറിക്കാൻ തങ്ങൾക്ക് അവകാശം ഉണ്ടാകില്ല, അവർക്ക് സ്ത്രീകൾ അവകാശം വേണ്ടിയിട്ടുള്ളവരാണ്. അതാണ് തിരുവിതാംകൂറിൽ നടന്ന ആദ്യത്തെ ലക്ഷണയുക്തമായിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത്. അത് സ്ത്രീകൾ നടത്തിയ സമരമാണ്. അതിന് തുടർച്ചയായിട്ട് കേരളത്തിലെ നവോത്ഥാനം ശ്രീനാരായണഗുരുവും ചട്ടമ്പി സ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും അങ്ങനെ തുടങ്ങിയ നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന നവോത്ഥാനം സൃഷ്ടിച്ചതായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മലയാളത്തിൽ ഭാഷയിൽ സ്ത്രീകളുടെ സ്ഥാനം വളരെ സജീവമായി ഉറപ്പിക്കുന്നത് കാരണമായി. ഇന്നിപ്പോൾ പെണ്ണെഴുത്തിടം എന്നുള്ള പേരിൽ തലസ്ഥാന നഗരിയിലെ എഴുത്തുകാരുടെ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരുടെ കൂട്ടായ്മയെ നിങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ ഒരു വലിയ തലമുറയെ തന്നെ എഴുത്തിൻ്റെ ലോകത്തേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്ക് സാധിക്കും. ഞാൻ ജയറാണിയുടെ ഈ പുസ്തകം ഈ നോവൽ വായിച്ചിട്ടില്ല. അതിനകത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത് ജയറാണി തന്നെ അനുഭവിച്ചതായിട്ടുള്ള ജീവിതാവസ്ഥകൾ, സാധാരണഗതിയിൽ ഒരു സ്ത്രീ ആരോഗ്യമില്ലാതെ വരുന്നൊരു സ്ത്രീ അനുഭവിക്കുന്നതായിട്ടുള്ള ദുരന്തപൂർണമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, ജീവിതാവസ്ഥകളുണ്ട്. ആ ജീവിതാവസ്ഥകളുടെ സമർത്ഥമായിട്ട് അവിടെ നിന്ന് പറയുന്നതായിട്ട് നോവലിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വായിച്ചതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ തെറ്റിപ്പിക്കുന്നില്ല. ജയറാണിയുടെ പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരും അതുപോലെ തന്നെ പ്രാസംഗികരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം അണിനിരക്കുന്നൊരു വേദിയാണ്. അവർ നിശ്ചയമായിട്ടും വളരെ മനോഹരമായിട്ട് ഇന്നത്തെ സാംസ്കാരിക പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും, ചർച്ച ചെയ്യും. അതിനവസരമൊരുക്കിക്കൊണ്ട് മറ്റു ചില തിരക്കുകളുള്ളതുകൊണ്ട് ദീർഘമായി സംസാരിക്കാതെ പ്രിയപ്പെട്ട ആദിത്യ വർമ്മ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇന്നത്തെ ആ തലമുറയുടെ അറ്റത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷേ പുരോഗമനപരമായിട്ടുള്ള നല്ല ആശയങ്ങൾ